വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലൊരു കൺസോളേഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നത്. സപ്പോർട്ട് എടുത്ത ഏരിയകൾ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലൊക്കെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സോ ആ ഒരു ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു വീക്ക് ഒരു പക്ഷേ ഇവിടേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ അടുത്ത വീക്കുകളിലൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഇവിടെ ലെവലിലുമാണ്. ആ ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മന്ത്ലി ലെവലിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വീക്ക്ലിയിലേക്ക് പോവാം. വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് കഴിഞ്ഞ വീക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. വീക്കിലിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അടയാളപ്പെടുത്താനില്ല, മന്ത്ലിയിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ. സോ ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം. വൺ ഡേയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട്, അതിനെ വരച്ചിടുന്നുണ്ട്. ആ ഒരു ഏരിയ നമുക്ക് 4 അവറിലേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ വൺ ഡേയിൽ ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്, അതെല്ലാം 4 അവറിലേക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. ഫോർ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് ഉള്ള എൻട്രി സാധ്യതകൾ നോക്കാം. അതിനു മുന്നേ ഏരിയാസിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് 3233.016 ആൻഡ് 3279.637. അതുപോലെ ഈ ഒരു സപ്പോർട്ടിന്റെ 3346.888 ആൻഡ് 3331.623, 3402.174 ആൻഡ് 3376.594. ഇനി റെസിസ്റ്റൻസിന്റെ ആണ് 3429.738 ആൻഡ് 3492.172. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് റേഞ്ച്. ഇനി 1 അവറിൽ പോയിട്ട് നമുക്ക് എൻട്രി സാധ്യതകൾ നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തിടാം. 3304.721 ആൻഡ് 3289.394. അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് 1 അവറിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടേക്ക് വന്ന് പൊസിഷൻ എടുത്ത ഏരിയയിലാണ്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 അവറിന്റെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പൊ നിൽക്കുന്ന ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നൊരു പുൾ ബാക്ക് ആണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. ഒരു പുൾ ബാക്ക് ഒരുപക്ഷെ 1 അവറിന്റെ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ, അതിന്റെ കളർ ഒന്ന് മാറ്റിയിടാം. ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കോ മാർക്കറ്റ് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കാം. ഇനി ഡീപ്പ് പുൾ ബാക്ക് വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ലെവലിലേക്ക് ഡീപ്പ് പുൾ ബാക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് പോകാം. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടം വരെ എത്താം. അതായത് ഈ പറയുന്ന ഏരിയാസ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. ഇവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ചെറിയ ട്രേഡുകൾ 50 മിനിറ്റ്സിന്റെയോ അല്ലെങ്കിൽ 5 മിനിറ്റ്സിന്റെയോ 1 മിനിറ്റിന്റെ ഒക്കെ ട്രേഡുകൾ നോക്കിയെടുക്കാവുന്നതാണ് കൺഫർമേഷൻ എടുത്തതിന് ശേഷം. ഈ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ 2 ലെവല്, അതായത് ഈ ലെവലിലേക്കും അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊരു പക്ഷേ ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച എത്തില്ലെങ്കിലും അടുത്ത ആഴ്ചകളിലൊക്കെ എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ടേക്കുള്ള ഈ ഒരു പുൾ ബാക്ക് തന്നെയാണ് സെൽ എൻട്രി ഉദ്ദേശിക്കുന്നത്. പക്ഷെ സെൽ എൻട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഹവറിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അടുത്തടുത്തുള്ള ഏരിയാസ് ആണ്. അപ്പൊ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എടുക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഇവിടെയും വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒരു പുൾ ബാക്കിലേക്ക് വരാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ മുകളിലോട്ട് ഹൈനെ ബ്രേക്ക് ചെയ്യാനോ സാധ്യത ഉണ്ട്. ഇവിടെ നിന്ന് വലിയൊരു വീഴ്ചയുടെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലേക്ക് ഒക്കെ വന്നിട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും പ്രൈസ് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലെവലുകളൊക്കെ നോട്ട് ചെയ്തിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇത്രയാണ്.